ഹലോ ഫ്രണ്ട്സ്, ജൂലൈ 4 തീയതി യു കെയിൽ നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ ലേബർ പാർട്ടി അവരുടെ ചരിത്ര വിജയം നേടിയിരിക്കുന്നു. നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നപ്പോൾ മുഴങ്ങിക്കേട്ട ഒരു കാര്യമായിരുന്നു അബ്കി ബാർ 400 പാർ. സത്യത്തിൽ അത് യാഥാർത്ഥ്യമായത് യു കെയിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ്. ഏകദേശം 412 സീറ്റുകളാണ് ലേബർ പാർട്ടി ഇപ്പോഴും നേടിയിരിക്കുന്നത്. നമ്മളുടെ ഇന്ത്യൻ വംശജരായിരുന്ന ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി കേവലം 121 സീറ്റുകളിൽ ഒതുങ്ങി എന്നുള്ളതാണ് യു കെയിലെ ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ലേബർ പാർട്ടി നേടിയ ഈ ഒരു വിജയം സൂചിപ്പിക്കുന്നത്. 412 സീറ്റുകൾ നേടി സർ കെയർ സ്റ്റാമർ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോഴ് ഭരണം ഏറ്റെടുത്തിരിക്കുന്നു. പുതിയ പ്രധാനമന്ത്രിയായിട്ട് കെയർ സ്റ്റാമർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ആദ്യം ചെയ്ത ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി സുനക്കിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്ന റുവാണ്ട പ്ലാൻ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള കാര്യമാണ്. കാരണം ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു റുവാണ്ട പ്ലാന് അവർ സ്ക്രാപ്പ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡേയിൽ പ്രധാനമന്ത്രിയായി ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഈ ഒരു റുവാണ്ട പ്ലാൻ സ്ക്രാപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇപ്പോൾ റുവാണ്ട പ്ലാൻ ഉണ്ടായിരിക്കുന്നില്ല. ഇതിനുവേണ്ടി ഏകദേശം ഒരു 370 മില്യൺ പൗണ്ടോളമാണ് ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി ചിലവഴിച്ചത്. പക്ഷേ ഒരാളിനെ പോലും അവർക്ക് റുവാണ്ടയിലേക്ക് കടത്താനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു റുവാണ്ട പ്ലാൻ ഇതോടുകൂടി സ്റ്റോപ്പായിരിക്കുന്നു. പുതിയ ഇമിഗ്രേഷൻ പോളിസി, അവരുടെ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇപ്പോഴ് പുറത്ത് വിട്ടിരിക്കുന്നു. പ്രധാനമായിട്ടും അദ്ദേഹം 5 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. പുതിയ ഒരു പോളിസി, പുതിയൊരു സർക്കാർ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തപ്പെടാനായിട്ട് നോക്കി നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് യു കെ. നമുക്കറിയാം ആയിരക്കണക്കിന് സ്റ്റുഡൻസും അതുപോലെ തന്നെ കെയറേഴ്സും ഈ നേഴ്സസും മറ്റ് എൻജിനീയേഴ്സും എല്ലാം തന്നെ യു കെയിലേക്ക് സ്കിൽഡ് വർക്കർ വിസയിൽ വന്നുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ ഒരു 3-4-5 മാസങ്ങൾക്ക് മുൻപ് നെറ്റ് ഇമിഗ്രേഷൻ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ നമ്മുടെ കെയറേഴ്സിൻ്റെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വിസ ഇവർ നിർത്തിയത്. ഇനിയിപ്പോഴേ സ്റ്റാർമറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പുതിയ ഗവൺമെൻറ് ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പോളിസിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത്. ഇപ്പോഴത്തെ അവരുടെ പ്രധാനമായിട്ടും 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർ ഈ ഒരു ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടി അവർ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഹോം സെക്രട്ടറി ആയിട്ട് എവറ്റ് കൂപ്പർ തിരഞ്ഞെടുത്തിരിക്കുന്നു. എവറ്റ് കൂപ്പർ ഹോം സെക്രട്ടറിയായി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റുവാണ്ട പ്ലാൻ സ്ക്രാപ്പ് ചെയ്തതോടുകൂടി ഈ സ്മോൾ ബോട്ടുകളിൽ യു കെയിലേക്ക് എത്തുന്ന ഈ ഒരു അസൈലം സീക്കേഴ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി ബോർഡർ സെക്യൂരിറ്റി കമാൻഡറിനെ നിയമിക്കാനായിട്ട് അവർ തീരുമാനിച്ചതാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ശക്തിപ്പെടുത്തുക, ബോർഡർ സെക്യൂരിറ്റി പോലീസിനെ കൂടുതലായി നിയമിച്ചുകൊണ്ട് അവിടുന്ന് യു കെയിലേക്ക് സ്മോൾ ബോട്ടുകളിൽ വരുന്ന ആൾക്കാരെ അവിടെ തന്നെ തടയിടുക. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ഒരു റുവാണ്ട പ്ലാൻ സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഈ കൂടുതൽ ആൾക്കാർ യു കെയിലേക്ക് വരുന്നത് തടയിടാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ ഇന്നത്തെ ഒരു പുതിയ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞപ്പോഴും ഈ ഒരു സ്മോൾ ബോട്ടുകളിൽ യു കെയിലേക്ക് വരുന്ന അഭയാർത്ഥികൾ വലിയ രീതിയിൽ ഇപ്പോഴ് ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ യു കെയിലേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് നമുക്കറിയാം NHS ഇൻ്റർവ്യൂകൾ അവർ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു നേഴ്സിംഗ് ഹോമുകളിലും കെയർ ഹോമുകളിലൊക്കെ വരുന്ന കെയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സീനിയർ കെയർ അങ്ങനെയുള്ള വിസകളൊന്നും ലഭിക്കുന്നില്ല. യു കെയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാരുടെ എണ്ണത്തിലും വളരെയധികം കുറവ് ഇപ്പോഴ് വന്നിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 785,000 ഇവിടുത്തെ ഒരു നെറ്റ് എമിഗ്രേഷൻ എങ്കിൽ അത് കുറച്ചുകൊണ്ട് വരാനായിട്ടാണ് ഇപ്പോഴ് ഈ ഒരു കൺസർവേറ്റീവ് സർക്കാരും അതുപോലെ തന്നെ ആ ഒരു സെയിം പോളിസി ആയിരിക്കും ഈ ഒരു ലേബർ ഗവൺമെൻറ്റും അവർ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലേബർ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതൊരു 3.5 ലക്ഷമായിട്ട് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന കുറച്ച് നടപടികൾ, അതായത് നമ്മളുടെ കേരളന്മാരായിട്ട് വരുന്ന ആൾക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കുക, അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കുക, ഈ 2 കാര്യങ്ങൾ നടപ്പിലാക്കിയതോടുകൂടി തന്നെ ഈ ഒരു കഴിഞ്ഞ 1-2 മാസമായിട്ട് നെറ്റ് എമിഗ്രേഷൻ വളരെയധികം വലിയൊരു ഡ്രോപ്പ് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സെയിം പോളിസി കണ്ടിന്യൂ ചെയ്യുകയാണ് ഇപ്പോഴേ ലേബർ ഗവൺമെൻറ്റും ചെയ്യുന്നത്. കാരണം ഒരു കാരണവശാലും ഇനിയിപ്പോഴ് നമ്മളുടെ ഇന്ത്യയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും യു കെയിലേക്ക് വരുന്ന ഈ ഒരു കേരളന്മാർക്കുള്ള ഡിപ്പെൻഡൻറ്റ് വിസ പുനരാവിഷ്കരിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. പക്ഷേ ഇപ്പോഴും അവർ പറയുന്നത് ഹെൽത്ത് കെയർ സെക്ടറുകളിലും മറ്റുള്ള
സ്കിൽഡ് വർക്കർ വിസകളിൽ വരുന്ന ആൾക്കാർക്ക് നഴ്സസ്മാർക്കാണെങ്കിലും ഡോക്ടർമാർക്കാണെങ്കിലും അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരിക്കുന്നതല്ല. അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാർക്കും അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ലേബർ ഗവൺമെൻറ് അവരുടെ പുതിയൊരു പോളിസിയിലും പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ലേബർ സർക്കാരിൻ്റെ പുതിയ ഈ ഒരു ഇമിഗ്രേഷൻ നിയമങ്ങളിൽ അവർ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് മൈഗ്രേഷൻ ബൈ ട്രെയിനിങ് മോർ UK വർക്കേഴ്സ് ടു ഫിൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്സ്. അതായത് UK ഇപ്പോൾ നിലവിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്തുകൊണ്ട് കൂടുതൽ ജോലികളിലേക്ക് അവരെ തന്നെ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ്. അതായത് വിദേശ രാജ്യങ്ങളിലുള്ള മൈഗ്രേഷൻ കുറച്ചുകൊണ്ട് UK ഇപ്പോഴുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്തുകൊണ്ട് ആ പോസ്റ്റുകളിലേക്ക് നിയമിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ അവരുടെ പോളിസിയിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഇപ്പോൾ നമ്മുടെ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ അവരുടെ ഗ്രാജുവേഷനും അതുപോലെ തന്നെ PGയും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വർക്ക് പെർമിറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അവർ ഇപ്പോൾ ഓൾറെഡി UK ഉള്ള ആൾക്കാർക്ക് അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. അതായത് ഓൾറെഡി അവർ UK ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ട്രെയിൻഡാണ്, അവരിവിടുത്തെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്ന സ്റ്റുഡൻസിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻ എംപ്ലോയീസ് ഫ്രം റിക്രൂട്ടിംഗ് ഫ്രം ഓവർസീസ് ആസ് ഡിഫോൾട്ട്. അതായത് UK ഇപ്പോഴൊരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും അവരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് വരുന്നത് അത് അവസാനിപ്പിക്കുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നത് അബോളിഷ് ദി നോൺ ഡോം സ്റ്റാറ്റസ് ഇമ്മീഡിയറ്റ്ലി. നോൺ ഡോം സ്റ്റാറ്റസ് എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത് പറഞ്ഞിരിക്കുന്ന കാര്യം ബ്രിങ് ഇൻ 1000 മോർ സ്റ്റാഫ് ഡെഡിക്കേറ്റഡ് ടു റിട്ടേണിംഗ് അസൈലം സീക്കേഴ്സ് വിത്ത് റിജക്റ്റഡ് ആപ്ലിക്കേഷൻസ്. കൂടുതൽ ആൾക്കാരെ ഈ ഒരു അസൈലം സീക്കേഴ്സിൻ്റെ റിജക്റ്റഡ് ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ജോലി നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഓഫീസേഴ്സിനെ അവരവിടെ നിയമിക്കാനായിട്ട് പോകുന്നു. അഞ്ചാമതായിട്ട് അവർ പറയുന്നത് ക്യാൻസൽ ദി റോവണ്ട പോളിസിയാണ്. അത് ഓൾറെഡി ഇപ്പോഴേ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 3-4 കാര്യങ്ങൾക്കാണ് ലേബർ ഗവൺമെൻറ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലേബർ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെ പരിശീലിപ്പിച്ചെടുക്കുക കമ്പനികൾക്ക് അവരുടെ സ്പോൺസർഷിപ്പ് നഷ്ടമാക്കുമെന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ നിയമങ്ങൾ പാലിക്കാത്ത ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് കടുത്ത ശിക്ഷകൾ പെനാൽറ്റികൾ നൽകുമെന്നാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും ചില സ്ഥാപനങ്ങളൊക്കെ ഇപ്പോഴും ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർക്ക് ജോലി കൊടുത്ത് അല്ലെങ്കിൽ അവിടെ താമസിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതേപോലെയുള്ള സ്ഥാപനങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് കടുത്ത പിഴയായിരിക്കും നൽകാനായിട്ട് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ വരാനായിട്ട് പോകുന്നില്ല. കാരണം പോയിന്റ് ബേസ് സിസ്റ്റം അവർ കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള സ്കിൽഡ് വർക്കേഴ്സിനെ ഇവിടെ കിട്ടാത്ത ആൾക്കാരെ എന്തായാലും വിദേശ രാജ്യങ്ങളിൽ നിന്നായിരിക്കും അവർ റിക്രൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോഴേ വെളിയിൽ വരുന്നത്. പുതിയ അപ്ഡേറ്റുകൾ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതലായിട്ട് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.